ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, എന്ത് പറയുന്നു? സുഖമല്ലേ? എങ്ങനെ പോകുന്നു? വരയൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഇല്ലുസ്ട്രേഷനാണ്, ഒരു ചെറിയ പുസ്തകവും അതിന് ചുറ്റും കുറച്ച് പൂക്കളെയും നമ്മൾ വരയ്ക്കുന്ന ഇല്ലുസ്ട്രേറ്റീവ് രീതിയിലുള്ള വാട്ടർ കളറാണ്. നമ്മൾ എപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്, എന്നാൽ ഇന്ന് പ്രത്യേകിച്ചും അതൊരു പ്രത്യേക ഇല്ലുസ്ട്രേറ്റീവ് രീതിയിലാണ്. നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പലപ്പോഴും ഇത് ആർട്ട് ജേർണൽ ഉണ്ടാക്കാനും കാർഡ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം, ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. നിങ്ങൾ പലപ്പോഴും ഇത് ചെറിയ ഉപയോഗങ്ങൾക്കും വലുതായി ചെയ്യുമ്പോൾ വലിയ ഉപയോഗങ്ങൾക്കും ചെയ്യാം. പെയിൻറ്റിംഗ് ആയി തന്നെ ഇതിന് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു പെയിൻറ്റിംഗ് ആക്കി ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഇതിൻ്റെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം തന്നെ സ്റ്റാറ്റസ് വീഡിയോ കൂടി ചേർത്തിട്ടുണ്ട്. ആ സ്റ്റാറ്റസ് വീഡിയോ കൂടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിൻ്റെയും എല്ലാം സ്റ്റാറ്റസ് ആക്കി ചേർക്കുക. ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രൈറ്റ് കളറല്ല, കുറേ നിറങ്ങൾ ഉപയോഗിച്ചാണ്. യെല്ലോക്കറും ബ്ലൂവും എല്ലാം ഉപയോഗിച്ചൊരു വല്ലാത്ത നിറമാണ് ഉണ്ടാക്കുന്നത്. ഏതെല്ലാം നിറമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ ആ നിറം മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. വളരെ ലൈറ്റാണ് ചെയ്തു തുടങ്ങുന്നത്. ഡീറ്റെയിൽ ആയി എല്ലാം ചെയ്യുന്നത് ആ പുസ്തകത്തിൻ്റെ സൈഡ് ഭാഗമാണ് വരയ്ക്കുന്നത്. ആ യെല്ലോ നിറങ്ങൾക്ക് ശേഷം പിന്നെ അല്പം ബ്ലൂ ചേർത്ത് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റായ നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. തീർച്ചയായും അത് ശ്രദ്ധിക്കുക. ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഭയങ്കര കത്തുന്ന കളറുകൾ ഉപയോഗിച്ച് ചെയ്യാറില്ല. വളരെ സിമ്പിളായ പേസ്റ്റൽ കളേഴ്സ് പോലുള്ള കളറുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ബ്രൈറ്റ് അല്ലാത്ത നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. യെല്ലോക്കറിൽ നമ്മൾ ബ്ലൂ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിറം അങ്ങനെയാണ്. ഉപയോഗിക്കുന്ന നിറങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ്. അല്പം റെഡ് മാത്രമാണ് നമ്മൾ അവസാനം ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലുള്ള നിറങ്ങളാണ്. എല്ലാത്തിലും അല്പം യെല്ലോക്കർ മിക്സ് ചെയ്യുന്നുണ്ട്. ഗ്രീനും അല്പം യെല്ലോക്കറും കുറച്ച് ബേൺസീനി മിക്സ് ചെയ്ത് ഒന്ന് പേസ്റ്റൽ കളറിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. 50 ദിവസത്തിന് ശേഷം നിങ്ങൾ അയച്ചു തരുന്ന നല്ല ചിത്രങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ ഈ ചാനലിൽ ഒരു എക്സിബിഷൻ നടത്തും. കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൂടി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറയാം. നിങ്ങൾ നല്ല തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നന്നായി വരയ്ക്കൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ ഇലകളെല്ലാം ജസ്റ്റ് കുറച്ച് ഡോട്ടുകൾ ഇട്ടാണ് വരയ്ക്കുന്നത്. കാരണം നമ്മൾ ഇതിനെ പെൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരച്ചുണ്ടാകും. അപ്പോൾ ആദ്യത്തെ ലെയറിൽ പെയിൻറ്റിങ് അത്ര ഡീറ്റെയിൽ ആയില്ലെങ്കിൽ പോലും പെൻ ഉപയോഗിച്ച് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. അതാണ് ഇല്ലുസ്ട്രേഷൻ്റെ ഒരു സുഖം. പെന്ന് കൊണ്ട് ആദ്യം വരച്ച് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്യാം. 2 തരത്തിലും ചെയ്യാം. ഞാൻ 2 തരത്തിലും ഈ സീരീസിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചലഞ്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് വാട്ടർ കളറിനോടുള്ള ആ പേടി മാറിക്കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വരയ്ക്കാൻ പോലും അറിഞ്ഞില്ലെങ്കിൽ പോലും വാട്ടർ കളറിനോടുള്ള ആ ഒരു പേടി മാറ്റാൻ വേണ്ടി സിമ്പിളായ ഒരു ബ്രഷ് കൊണ്ട് പോലും ചെയ്യുന്ന വർക്കുകളുണ്ട്. പരമാവധി ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ 3 ബ്രഷുകൾ മാത്രമല്ല ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽ കയ്യിലില്ലെങ്കിൽ പോലും വാട്ടർ കളറും പേപ്പറും പാലറ്റും 2-3 ബ്രഷുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയും. പലപ്പോഴും വലിയ ബ്രഷുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെയ്യാനാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. 1-2 പെയിൻറ്റിങ്ങിൽ മാത്രമാണ് കുറച്ചൊന്ന് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ റൗണ്ട് ബ്രഷുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മിനിമൽ ആയ കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഈ പേപ്പറും കളറും പാലറ്റും എല്ലാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിലുകളും ചേർത്തിട്ടുണ്ട്. ആമസോണിൽ നിങ്ങൾക്ക് വാങ്ങാം. ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോന്നും കാണാൻ കഴിയും. അവിടെ ഞാൻ അതും ചേർത്തിട്ടുണ്ട്. വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് റൗണ്ട് ബ്രഷ്, ഷാർപ്പായ അഗ്രമുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്തരം ബ്രഷുകൾ ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഒരു സ്റ്റേഷനറി ഷോപ്പിലോ ആർട്ട് ഷോപ്പിലോ പോയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ മെറ്റീരിയലും ഒന്നിച്ച് വാങ്ങാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഇവിടെ എല്ലാ നിറങ്ങളും കണ്ടോ, കുറച്ചൊന്ന് ഡൗൺ ആണ്. ബ്രൈറ്റ് നിറങ്ങളല്ല, കത്തുന്ന നിറങ്ങളല്ല. ഇനി പുസ്തകത്തിൻ്റെ ചട്ട ക്രിംസൺ റെഡും സ്കാർലറ്റും എല്ലാം മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് നിറം കൊണ്ട് വരയ്ക്കുകയാണ്. അതിൽ കുറച്ച് ബ്ലൂ കൂടി മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് കുറച്ചുകൂടി ഡാർക്ക് ആക്കി. കണ്ടോ, ഇപ്പോൾ പുസ്തകം തെളിഞ്ഞു വരുന്നത് കാണാം. വളരെ സിമ്പിളായാണ് ചെയ്യുന്നത്, എന്നാൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ റിഗർ ബ്രഷാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ റിഗർ ബ്രഷ് ഇല്ലെങ്കിൽ 0 പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുക. വീണ്ടും റെഡ് നിറം കൊണ്ട് തന്നെ അതിനെ വരച്ചെടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മളുടെ പുസ്തകം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ പുസ്തകം നന്നായി നമുക്ക് കാണാൻ കഴിയും. ചില ഭാഗങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നു ബ്ലൂ ചേർത്ത്.
ബ്ലൂവും റെഡും ചേർത്ത് ഒരു വയലറ്റ് നിറമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ഒരു ലൈൻ ഇട്ടപ്പോൾ കുറച്ചുകൂടി അത് ക്ലിയറായി. ഇനി നമ്മളിതിനെ പെന്ന് കൊണ്ട് ഔട്ട്ലൈൻ കൂടി ഇടുമ്പോഴാണ് ഇത് സുന്ദരമായി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അതെല്ലാം പരീക്ഷിച്ച് നോക്കുക. ഔട്ട്ലൈൻ ഇടാൻ CD മാർക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ജെൽ പെന്നും ഉപയോഗിക്കാം, വാട്ടർ പ്രൂഫായ ജെൽ പെന്നും ഉപയോഗിക്കാം. ആ പുസ്തകത്തിൽ എന്തോ എഴുതിയതുപോലെ ജസ്റ്റ് കുറച്ച് പുള്ളികൾ ഇടുകയാണ്. അത് ആ പേജിൻ്റെ ചരിവിനനുസരിച്ചും വളവിനനുസരിച്ചും വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ സൈഡിലുള്ള കുറച്ച് ലൈനുകളെല്ലാം വരച്ചു. ചെറിയ ബ്രഷ് ഉപയോഗിച്ച്, പരമാവധി ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഇത്തരം ചെറിയ ഡീറ്റെയിലുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറച്ച് ഗ്രീൻ മിക്സ് ചെയ്ത് ചില ഇലകൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ചേർക്കുകയാണ്. ചില ഔട്ട്ലൈനുകളും ചിലത് ഡാർക്ക് ആക്കുകയും ചെയ്യുക. എല്ലാ ഇലകളും ഒരുപോലെ ലൈറ്റായി പോകാതിരിക്കാൻ വേണ്ടി ചില ഇലകൾക്ക് മാത്രം ഡാർക്ക് ചേർക്കുകയാണ്. ബ്രഷ് പരമാവധി ഷാർപ്പാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കൊമ്പൊക്കെ വരച്ചുണ്ടാക്കുന്ന നിങ്ങൾ കാണാം, ചെറിയ ചെറിയ ചില്ലകളെല്ലാം. ഇനി നമുക്ക് പൂ വരയ്ക്കാനുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യും. അവസാനത്തെ ഭാഗമായിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. കുറച്ച് ഡാർക്ക് ബ്ലൂ എടുത്ത് ചില ഇലകളെ കുറച്ചുകൂടി ഡാർക്കാക്കി വരച്ചു. എല്ലാ ഇലകൾക്കും ചേർക്കുന്നില്ല, ചില ഇലകൾക്ക് മാത്രം ഡാർക്ക് ചേർക്കുന്നു, ചില കൊമ്പുകൾക്ക് മാത്രം ഡാർക്ക് ചേർക്കുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം വേണം, നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം പെന്ന് കൊണ്ട് വരയ്ക്കാൻ. കുറച്ച് ഓറഞ്ച് നിറം എല്ലാം എടുത്ത് അവിടെ യെല്ലോ നിറമുള്ള ആ ഇലയുടെ മുകളിൽ ചേർക്കുന്നു. കൊമ്പെല്ലാം ചേർത്തു. അപ്പോൾ പല നിറത്തിലുള്ള കൊമ്പുകളും ചില്ലകളും നമ്മൾ വരച്ചിട്ടുണ്ട്, ഇലകളുമെല്ലാം. ഇനി നമ്മൾ അതിനെ ഔട്ട്ലൈൻ കൂടി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി മിഴിവിട്ട ചിത്രം ഉണ്ടാകുന്നത്. റെഡ് ഉപയോഗിച്ച് അവിടെ കുറച്ച് പൂവിനെ വരയ്ക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്തിനാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ്. ഇത് മാത്രമാണ് ഈ ഒരു ചിത്രത്തിൽ കുറച്ച് ബ്രൈറ്റായ നിറം ഉപയോഗിക്കുന്നത്, കുറച്ച് തിളങ്ങി കാണുന്ന നിറം ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം പേസ്റ്റൽ കളറുകൾ പോലുള്ള കുറച്ചൊന്ന് മങ്ങിയ നിറങ്ങളാണ്. പൂവൊക്കെ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്, കണ്ടോ. ചെറിയ ബ്രഷ് ഉപയോഗിച്ച്, ഏറ്റവും ചെറിയ ബ്രഷ് നിങ്ങൾക്ക് കയ്യിലുള്ള ഏതാണ് അത് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. വീണ്ടും കുറച്ച് പുസ്തകത്തിൻ്റെ താളുകളുടെ ലൈനുകളെല്ലാം ചേർക്കുന്നു. പിന്നെ നമ്മളുടെ CD മാർക്കർ എടുത്ത് അതിനെ ഔട്ട്ലൈൻ വരച്ച് അതിനെ ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചിത്രം നല്ല ഷാർപ്പായി ക്ലിയറായി കാണുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്ത് നല്ല പെയിൻറ്റിംഗ് ആക്കി മാറ്റിയെടുക്കാം. ഇവിടെ ഞാൻ സിമ്പിളായി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡ്രോയിങ് ഡൗൺലോഡ് ചെയ്യുക, സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിത്രങ്ങൾ വരച്ച് നന്നായി ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും ചേർത്ത് താഴെ കാണുന്ന ഇമെയിൽ ഐഡിക്ക് അയയ്ക്കുക. ബാക്കി മറ്റ് സർപ്രൈസ് കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, കാത്തിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ എക്സിബിഷൻ നമുക്ക് അടിപൊളിയാക്കണം. അതിന് നിങ്ങൾ എല്ലാവരും നന്നായി വരയ്ക്കണം. 50 ദിവസം വീഡിയോ ആണ്, പക്ഷേ 1 ഇടവിട്ട ദിവസങ്ങളിലാണ് വരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വരയ്ക്കാൻ എല്ലാം സമയം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.